Yes, good afternoon. Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Okay, Chinnu, good afternoon. Yes, 2025 എങ്ങനെയുണ്ട് സ്റ്റാർട്ടിങ്? Okay, let us start. ആരംഭിച്ചാലോ? ഓക്കെ 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 അപ്പൊ ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. 2025 നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവരുന്ന വർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ജൂബിലി വർഷം നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കാനുള്ള വർഷമായിട്ട് മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഓക്കെ, Happy New Year to you, sir. യെസ്, ഓക്കെ. അപ്പൊ ഇനി ചിലപ്പോ കുറച്ച് നാൾ കൂടിയൊക്കെ നമ്മൾ കാണുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷണൽ കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടീഷണൽ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മെയിൻ കോസ്റ്റിനെ കുറിച്ചും സബോർഡിനേറ്റ് കോസ്റ്റിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. എന്താണ് മെയിൻ കോസ്റ്റ് എന്ന്, എന്താണ് സബോർഡിനേറ്റ് കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആ രണ്ട് കോസ്റ്റുകൾ തമ്മിൽ ഒരു ഇമാജിനറി സെന്റൻസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ലിങ്ക്, ഒരു കണക്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതില് കണ്ടീഷണൽ കോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ മെയിൻ കോസ് സിമ്പിൾ ഫ്യൂച്ചറിലുള്ളതായിരിക്കും എന്ന് പറഞ്ഞു. കണ്ടീഷണൽ കോസ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ കോസ് കണ്ടീഷണൽ ഫോമിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ വാചകം ഇതാണ്: ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. അതാണ് നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് നമ്മൾ അതിന്റെ ഒരു ഭാഗം കൂടി ഉള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് തന്നിരിക്കുന്ന വാചകത്തിന്റെ കണ്ടീഷണൽ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് നമ്മളത് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാസ്റ്റ് പെർഫെക്റ്റിലാണ് കണ്ടീഷണൽ ക്ലോസ് വന്നിട്ടുള്ളത് എങ്കിൽ അതിന്റെ മെയിൻ ക്ലോസിന്റെ ടെൻസ് ഏത് രീതിയിൽ വരും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് യു ഹാഡ് വർക്ക്ഡ്, ഇഫ് യു ഹാഡ്, HAD ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, WORKED, ഇഫ് യു ഹാഡ് വർക്ക്ഡ്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഡാഷ് ഇടുക. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഡാഷ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഒരു നിങ്ങൾ ഊഹിക്കുന്ന എന്തായിരിക്കുമെന്ന് ഊഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇഫ് യു ഹാഡ് വർക്ക് ഇടുന്നതാണെങ്കിൽ ഇഫ് യു ഹാഡ് വർക്ക്ഡ്, യെസ്, ഹാഡ് വർക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോമാണ്. കണ്ടീഷണൽ ഫോം. അപ്പൊ എന്ത് വരും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാവ്, വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്.
സബ്ജക്റ്റ് പ്ലസ് will അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പിന്നെ വെർബ്, ആ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അതായിരിക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ കണ്ടീഷണൽ ഫോം വരാം. അപ്പൊ വിൽ എന്നുള്ളത് എന്താക്കുക? വുഡ് ആക്കുക, ഫുഡ് ആക്കുക, ഷുഡ് ആക്കുക, മൈറ്റ് ആക്കുക. ബാക്കി വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എങ്ങനെ വരും നമുക്ക് പറയാം. ഇഫ് യു ഹാഡ് വർക്ക് ഇടുന്നാണെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്. യു വുഡ് ഹാവ്, വിൽ എന്നുള്ള കണ്ടീഷൻ ഫോം എഴുതി വുഡ്, പിന്നെ ഹാവ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ ഒരു ക്യാപ്ഷൻ പോലെ ഈ മൂന്ന് വാചകങ്ങൾ നമ്മൾ എപ്പോഴും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതൊരു ക്യാപ്ഷൻ പോലെ ഓർത്ത് വെച്ചേക്കാം. ഇതാണ് അതിന്റെ ഒരു മെത്തേഡ്. അപ്പൊ നമുക്ക് ദൂരെ അതിന്റെ അർത്ഥം പറയാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നീ കഠിനമായിട്ട് ശ്രമിച്ചാൽ നീ പാസ്സാകും. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. നീ ശ്രമിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. നീ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ. യെസ്, ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അപ്പുറത്ത് വുഡോ ഷുഡോ കുഡോ മൈറ്റോ ഉപയോഗിക്കാം. പിന്നെ ഹാവ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതിന്റെ ബാലൻസ് എഴുതാൻ പറ്റും നോക്കാം. ഇഫ് യു ഹാഡ് come to my home, if you had come to my home, H-O-M-E, home, പിന്നെ ഡാഷ് ഇട്ട ഡാഷ്. ഓക്കെ, ഇഫ് you had come to our home, to my home, എന്റെ വീട്ടിലേക്ക് നീ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ബാക്കി നമുക്ക് ഇഷ്ടമുള്ളവർ പൂരിപ്പിക്കാം. എങ്ങനെ പൂരിപ്പിക്കുമ്പോഴും അപ്പുറത്ത് ബാലൻസ് ഉള്ള സ്ഥലത്ത് വരേണ്ടത് വുഡ് ഹാവോ ഷുഡ് ഹാവോ വുഡ് ഹാവോ പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കുന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. യെസ്, if you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ we would have met there. ഓക്കെ, കറക്റ്റ് ആണ്. we would have met there, നമുക്ക് അവിടെ വെച്ച് കാണാമായിരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. we would have met there, അവിടെ വെച്ച് കാണാമായിരുന്നു. യെസ്. പിന്നെ വേറെ ആർക്കെങ്കിലും? യെസ്, വേറെ ആരും എഴുതുന്നില്ല. യെസ്, ഓക്കെ ഓക്കെ. അടുത്തൊരു വാചകം ഞാൻ പറയാം. if you had met him, if you had met him, if you had met him dash.
if you had met him dash. If you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്നെന്താണ് ബിന്ദു മാത്രമല്ല എഴുതുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഹാങ് ഓവറിലാണ്. He would have come with you. Okay. He would have given some sweet. Okay, Chinu. Shiga, Rasana. Yes. Okay. ഇതിനകത്ത് കുറച്ച് ബാലൻസ് കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കാം. വളരെ 1-2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമുക്ക് പഴയത് നേരത്തെ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ സി എന്നും I could have prepared the lunch. Okay. ഫസ്റ്റ് ലെറ്റർ സി എന്നും അതിനുശേഷമുള്ള ലെറ്റർ എൽ എന്നുമാണ്. സി ഫസ്റ്റ് ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ എൽ, സി എൽ. അപ്പോ അത് വെച്ചിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ പറയേണ്ടത്. യെസ്, ഇറ്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ്. യെസ്, രണ്ടാമത്തെ എൽ ആണോ? എൽ എൽ സി എൽ. ഓക്കെ സി എൽ. ഓക്കെ, the first question is this: a large shell fish. Shellfish alla, shell inde fish, shellfish. Yes. A large shell, SHELL, shell fish. ഷെല്ലുള്ള ഫിഷ് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതുവരെ ആരും ആൻസർ പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്. CLAM, ക്ലാം. ക്ലാം ആണ്. അതായത് നമ്മൾ ഈ കക്ക എന്നൊക്കെ പറയില്ലേ, അതിന്റെ തന്നെ കുറച്ചുകൂടി വലുതായൊരു സംഗതി ഉണ്ട്, വലിയ കക്ക ആയിട്ടുള്ള സംഗതി. അതിനെയാണ് നമ്മൾ പറയുന്നത് CLAM, ക്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം: യു ഡാഷ് ടു ഷോ when you like something. You dash to show when you like something. You dash to show. clap. Correct answer. Okay, Chinnu, ശരിയാണ് പറഞ്ഞത്, ക്ലാപ്പ് ആണ്. ഓക്കെ, ഷികയും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് ക്ലാപ്പ് തന്നെ. ഓക്കെ, ഇത് പറയാനായിട്ട് കുറെ ഡിലേ വന്ന് കണ്ട. യു ഡാഷ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? യു ക്ലാപ്പ് ടു ഷോ യു ലൈക്ക് സംതിങ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലാപ്പ് ചെയ്യുന്നു. യു ക്ലാപ്പ്. ഓക്കെ, യെസ്.
Another question. Someone who climbs hills and mountains. Someone who climbs CLIMBS, hills and mountains. Climber. Climber. The correct answer is climber. That is the correct answer. Climber. The mountains, അതുപോലെ തന്നെ ഹിൽസ് അതിലൊക്കെ കയറുന്ന ആളുകളെ ക്ലൈംബർ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. എ ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. Yes, വേണോ? വേണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഫോട്ടോഗ്രാഫിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. സർ ക്ലിക്ക് ആണോ? ക്ലിക്ക് ആണോ എന്നല്ല, ക്ലിക്ക് ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ ക്ലിക്ക്. എ ഷാർപ്പ് ഷോർട്ട് സൗണ്ട്. ഇറ്റ് ഈസ് ക്ലിക്ക്. ഓക്കെ 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 ഓക്കെ. Someone, next question. Someone who comes to clean your house. Someone who comes to clean your house. ക്ലീനറോ? ക്ലീനർ ആണ്. ക്ലീനർ എന്ന് പറയാം. ഒരാളുടെ പേരല്ല പറയാം, നൗണായിട്ട് പറയാം. Someone who comes to clean your house. വീട് വൃത്തിയാൻ വരുന്ന ആള്. So we can call him a cleaner. Okay. Next question. Quick to learn and understand things. Quick to learn and understand things. Clever. Clever. Okay, you are also clever. So, where clever. Yes. Quick to learn. Better understand things. Clever. Okay. അടുത്ത ഞാനൊരു വേർഡ് പറയുന്നത് അതിന്റെ ഈക്വൽ ആയിട്ടുള്ള മീനിങ് ഉള്ള ഒരു വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. എ ക്ലിയർ ക്വാളിറ്റി. എ ക്ലിയർ ക്വാളിറ്റി. ക്ലാരിറ്റി. 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 ഓക്കെ ചിന്നു, കറക്റ്റ് ആൻസർ ആണ്. ക്ലാരിറ്റി. ക്ലിയർ ആണെങ്കിൽ നമ്മളതിന് നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ എന്നല്ല പറയുന്നത്. ഓക്കെ. അടുത്ത വളരെ സിമ്പിൾ ആണ്. Someone who works in an office to keep accounts and file papers. Clerk. ക്ലൈന്റ്. ക്ലൈന്റ് അല്ല, ക്ലർക്ക്. ക്ലൈന്റും ചെയ്യാറുണ്ട്. ക്ലൈന്റ് അല്ല, ക്ലൈന്റ് എന്ന് പറഞ്ഞാൽ കക്ഷിയല്ലേ, ക്ലൈന്റ് അല്ല കേട്ടോ. അപ്പൊ നമുക്ക് ക്ലർക്കാണ്, ക്ലർക്ക്. ഞാൻ പെട്ടെന്ന് ഗുമസ്തൻ എന്നുള്ള രീതിയിലോട്ട് പോയി തന്നെ അങ്ങനെ പറഞ്ഞത്. യെസ്, അഡ്വക്കേറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം someone who works in an office to keep accounts and file papers. Okay. Comes to next question. A circus performer. A circus performer. A circus performer. CL വെച്ച് തുടങ്ങുന്നൊരു വാക്കുണ്ട്. വളരെ പൊക്കമെല്ലാം കുറഞ്ഞ് സർക്കസ് കാണാൻ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം. സർക്കസ് കാണുന്ന സ്ഥലത്ത് ഇവരുടെ ചെറിയ പ്രകടനങ്ങൾ. A circus performer. ഓക്കെ, അപ്പോ
ഇത് ഞാൻ എടുക്കുക നമ്മൾ ഒരു കുറെ കുള്ളന്മാരെ കാണാമല്ലോ സർക്കസ് കാണാൻ പോകുമ്പോൾ. അവരെ പറയുന്ന പേര് ക്ലോൺ എന്നാണ്. CLOWN. ഒക്കെ കുറഞ്ഞ കുറച്ച് ആൾക്കാര് കുറച്ച് കോമഡിയൊക്കെ കാണിച്ച് ആളുകളൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കസ് സ്കൂൾ ആയിരുന്നുണ്ടാവും. അവരെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. CLOWN. ഓക്കെ. അടുത്തത് എ റൂം വെയർ സ്റ്റുഡൻസ് സ്റ്റഡി. Classroom. Classroom. A room where students study. That is called classroom. Yes. A heavy stick. A heavy stick. A heavy stick. ഇതിന് വേറെ പേര് കൂടി പറയും. CL വെച്ച് തുടങ്ങുന്ന വേറൊരു പേര്. A heavy stick. Okay. അതിന്റെ വേറൊരു പേരാണ് CLUB. ക്ലബ്. CLUB. ഓക്കെ. അപ്പോ 3 ചോദ്യത്തിന് എനിക്ക് 2025 അവസരം കിട്ടിയിട്ടുണ്ട്. അടുത്തത് A steep rock face, especially on the coast. COAST coast. A steep rock face, especially on the coast. A steep rock face, especially on the coast. Yes. ഞാൻ ക്ലൂ തരാം. ആരും ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരൊക്കെ ഇതിനോടൊക്കെ ക്ലിഫ് ഹൗസ്. Cliff. ക്ലിഫ് ഹൗസ്. ക്ലിഫ് ഹൗസ്. ക്ലിഫ് ഹൗസ്. അപ്പൊ ഹൗസ് കളയാം. ക്ലിഫ്. ക്ലിഫ് കേട്ടോ. അപ്പൊ ഞാൻ 3 പേർക്ക് തന്നേക്കാം. 3 പേര് ഏതാണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് വന്നു. അപ്പൊ ക്ലിഫ് എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസിന്റെ അതിൻ്റെ അകത്ത് വരുമ്പത്തിൽ ഇത് ഈ ഒരു വാചകമുണ്ട്. അതായത് ഒരു കടല്, ആ കടലിന്റെ സമീപത്ത് ഉയരത്തിൽ നിൽക്കുന്ന ഇങ്ങനെ പാറകൾ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഒരു പാറ വന്ന് പുറത്തേക്ക് കടലിലേക്ക് കുറച്ച് ചാടി നിൽക്കും. അത് സമയം നിൽക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്ലിഫ് എന്ന് പറയുന്നത്. ഹെവി സ്റ്റീപ്പ് റോക്ക് എസ്പെഷ്യലി ഓൺ ദ കോസ്റ്റ്. അപ്പൊ അങ്ങനെ ആ കടലിന്റെ നീണ്ടു നിൽക്കുന്ന, അപ്പൊ അത് മനസ്സിലാക്കണം, കടലിന്റെ സൈഡിൽ മുകളിലേക്ക് ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ പാറകൾ നല്ല ഹൈറ്റ് പോയാലും ഒരു പാറ മാത്രം പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കുന്നു. ആ ചാടി നിൽക്കുന്ന അതിന്റെ അകത്ത് ഒരു കിളി മുട്ടയിട്ടിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോ കുഞ്ഞുങ്ങളും പറക്കാറാകുമ്പോ ഇതിങ്ങനെ വന്ന് ഈ പാറയുടെ അറ്റത്തേക്ക് വന്നിട്ട് അവിടെ പറന്നുകൊണ്ട് പോകും. ഒരു കിളി മാത്രം എന്ത് ചെയ്യുന്നില്ല, പറക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലൊരു പേടിയാണ്. ഞാനിങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ചിറകങ്ങാൻ വിരിഞ്ഞില്ലെങ്കിലോ പറക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പൊ അതിനൊരു ആത്മധൈര്യമില്ല. അപ്പൊ എല്ലാ ദിവസവും പറക്കണമെന്ന് വിചാരിച്ചിട്ട് കിളി അതിന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങി ഈ നീണ്ടു നിൽക്കുന്ന പാറയുടെ അറ്റത്ത് വരെ വരും. അപ്പൊ അതിന് തിരിച്ചകത്തോട്ട് പോകും, വീണ്ടും വരും, വീണ്ടും പോകും. അപ്പൊ അതിന്റെ അമ്മ അതിന് നിർബന്ധിക്കുന്നുണ്ട് പറക്കാൻ മതി, പക്ഷെ അത് പറക്കുന്നില്ല. അപ്പൊ അമ്മയാണ് ഇവിടെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോ ഇങ്ങനെ പറക്കാതിരുന്നാൽ ശരിയാകുന്നില്ല എന്ന് തോന്നിയിട്ട് അമ്മ ഒരു ദിവസം എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഈ പാറയുടെ ഇരുന്ന് കുറച്ചങ്ങോട്ട് വിട്ട് നിൽക്കും, അവിടെ പറന്നിങ്ങനെ നിൽക്കും. അപ്പൊ ആ അമ്മയുടെ ചുറ്റത്തെ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ചെറിയ കിളിയുടെ അരികത്തോട്ട് വരുന്നു. ആ ഭക്ഷണം എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ തള്ളക്കിന് കുറച്ചുകൂടി ബാക്കിലോട്ട് മാറുന്നു. അപ്പൊ ഈ കിളി താഴേക്ക് വീഴുന്നു. അപ്പൊ താഴെ കടലാണ്. അത് താഴേക്ക് താഴെ വരെ എത്രയോ കുറച്ച് സമയം പിടിക്കും.
അങ്ങനെ ആ വീഴ്ചയുടെ ഇടക്ക് ഇത് ഈ കിളി അറിയാണ്ട് ഇങ്ങനെ ചിറക് വിരിക്കുന്നു, അങ്ങനെ പറന്നു പോകുന്നു, ഉയരത്തിൽ ഇത് പറക്കുന്നു. കുറെ നാൾ പറക്കാതിരുന്ന് പറക്കുന്ന കിളിയായതുകൊണ്ട് അത് പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി ഇഷ്ടമായിട്ട് തോന്നുന്നു. അങ്ങനെ പറന്നു പോകുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റോറി ഉണ്ട്. അപ്പൊ ആ സ്റ്റോറിയുടെ കഥയുടെ പേരും ഇത് തന്നെയാണ്, ക്ലിഫ്. ക്ലിഫ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ പ്രകടനം വളരെ ഫലവത്തായിരുന്നു. 2025 വെൽബിഗൺ. അപ്പൊ നമ്മുടെ ചിന്നു 4 ശരിയാക്കിയിട്ടുണ്ട്, ശിഖ 3 ശരിയാക്കിയിട്ടുണ്ട്, ബിന്ദു 5 ശരിയാക്കിയിട്ടുണ്ട്. 3 ഉത്തരം ഞാനാണ് പറഞ്ഞത്. അപ്പൊ ശിഖക്കൊപ്പം ഞാനും നോക്കുന്നുണ്ട്. ഓക്കെ, യെസ്, 3 വീതം. അപ്പൊ നിങ്ങളുടെ ചോദ്യം ചിലത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് എനിക്ക് തോന്നി. ഓക്കെ, യെസ്. ഒരു സെക്കൻഡ് കൂടി ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് 2 എഴുതി കഴിഞ്ഞതിന് ശേഷം ചോദിക്കാം. അപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നിരിക്കുന്ന വാചകത്തിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് നിങ്ങൾ എഴുതുകയും ഞാൻ പറയുകയും വായിക്കുള്ളത് നിങ്ങൾ എഴുതുകയുമാണ് ചെയ്തത്. ഞാൻ അതൊന്ന് മാറ്റുകയാണ്. മാറ്റിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ എഴുതുക, ഇഫ് വെച്ച് വരുന്ന വാചകം നിങ്ങൾ എഴുതുക, അതിന്റെ ബാക്കി ഞാൻ പറയുന്നു. യെസ്. അപ്പോ അടുത്തൊരു ചോദ്യത്തിന്റെ ആദ്യം ഡാഷ് ആണ്. ഡാഷ് ഡാഷ് അതിന് ശേഷം എഴുതുക ഐ വുഡ് ഹാവ് met him. I would have met him. ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നേനെ. ഓക്കെ, അതിന് തൊട്ട് മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ചേർക്കുമ്പോൾ കാര്യം ഓർത്താൽ മതി, ഇഫ് ഉണ്ടാവണം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആയിരിക്കും. ചെറിയ വിഷയങ്ങൾ ചെല്ലു. ഹാഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. കം പ്രസന്റേഴ്സ് ആണ്, കെയിം പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം തന്നെ. അപ്പൊ കെയിം എന്നുള്ള മാറ്റിയിട്ട് കം. ഓക്കെ, ഓക്കെ, നമ്പർ കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആണ്. വീണ്ടും മറുപടി ഞാൻ ഓക്കെ. ഇഫ് ഹി ഹാഡ് കം ടു ഓഫീസ്. ഓക്കെ, ശിഖ. ഇഫ് ഹി ശിഖ, അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, റീച്ച് ഹാഡ് കഴിഞ്ഞ പെർഫെക്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാമോ? റീച്ച് എന്നാണ് എഴുതിയേക്കുന്നത്, അത് പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നത് റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, REACHED, റീച്ച്. ഓക്കെ, അങ്ങനെ എഴുതി. ഓക്കെ. അടുത്തതും ഞാൻ പറയുന്നത് മെയിൻ ക്ലോസ് മാത്രമാണ്, ബാക്കി നിങ്ങൾ എഴുതുക. ചോദ്യം ഇതാണ്. ആദ്യം ഡാഷ് 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 ടീച്ചർ would have known, KNOWN, would have known okay.
ടീച്ചർ വുഡ് ഹാവ് നോൺ. അപ്പൊ ഡാഷിന്റെ ടീച്ചർ വുഡ് ഹാവ് നോൺ, ടീച്ചർ അറിഞ്ഞിട്ടുണ്ടായിരുന്നേനെ. If I had passed the examination, okay, Bindu, correct. If I had passed the examination, the teacher would have known. Known, it's a little like the next one. Yes. If you had called, if you had only വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്. Yes. ഞാനെങ്കിലും yes. Okay. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഇതേ മോഡൽ തന്നെയാണ്. ആദ്യം ഡാഷ് ഡാഷ്, അത് കഴിഞ്ഞതിന് ശേഷം you would have reached, REACHED, reached their, THERE, their early, 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 EARLY. അപ്പൊ ഞാൻ കൂടി പറയാം. ഡാഷ് യു വുഡ് ഹാവ് റീച്ച്ഡ് ഏർലി, നിങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേനെ. Okay. If you had come early, നീ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേനെ. ഓക്കെ. If you have got bus, okay, Shiga, correct. If you had informed me, okay. നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ശരിയാണ്, കറക്റ്റ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഓക്കെ. ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആർക്കുണ്ടായില്ല? ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയില്ല. യെസ്. അപ്പൊ ഞാൻ വീണ്ടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ നേരത്തെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു എല്ലാ ചോദ്യത്തിന്റെയും ആൻസർ CL എന്ന് പറയുന്ന പേരിലാണ് ആരംഭിക്കണമെന്ന് പറഞ്ഞു.
ഈ ചോദ്യങ്ങളുടെ ആൻസർ ആരംഭിക്കുന്നത് ജി ഓയിലാണ്. ജി ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം ഓ. ജിയിലും ഓയിലുമാണ് ആദ്യത്തെ ഫസ്റ്റ് 2 ലെറ്റർ വരുന്നത്. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ജി ആൻഡ് ഓ. യെസ്, വെരി സിമ്പിൾ ആയിട്ടുള്ള, നേരത്തെ കണ്ടതിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An Indian state on the southwestern coast. ഗോവ. ഗോവ. അപ്പൊ അനുഷ്യം പറഞ്ഞതാണ്, പിന്നെ റസീലിയും പറഞ്ഞു, ബിന്ദുവും പറഞ്ഞു. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് അല്ലേ? An Indian state on the southwestern part. അടുത്തത്, a protective glass. A protective glass set in a flexible frame used while swimming. A protective glasses set in a okay. Correct ആണ്. Flexible frame used in swimming. നിങ്ങൾ കണ്ടു കാണുന്നത്. അപ്പൊ റസീനയുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ണട വെക്കണ കണ്ടിട്ടില്ലേ? ആ കണ്ണടയ്ക്ക് ഒരു പേരുണ്ട്, ഗോഗിൾ. കേട്ടോ, GOGGLES, ഗോഗിൾ. അടുത്തത്, യെല്ലോ പ്രഷ്യസ് മെറ്റൽ. യെല്ലോ ഗോൾഡ്. ഓ യെസ്, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. സിഗയും എഴുതി കാണിച്ചിട്ടുണ്ട് ആദ്യം. ഓക്കെ, യെല്ലോ പ്രഷ്യസ് മെറ്റൽ, ദാറ്റ് ഈസ് കോൾഡ് ഗോൾഡ്. അടുത്തത്, a gesture, GUSTURE, or remark used while taking leave, leave from a place. A gesture. ഗുഡ് ബൈ. എന്താ പറഞ്ഞേ? ഇല്ല സാർ, ഞാൻ ഗുഡ് ബൈ എന്നാ പറഞ്ഞു. കറക്റ്റ് ആണ്, ഗുഡ് ബൈ. ഗുഡ് ബൈ ആണോ? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, ആ വാക്ക് എ ഗസ്റ്റർ ഓർ റിമാർക്ക്, ഒരു അടയാളം. യൂസ്ഡ് വൈൽ ടേക്കിംഗ് ലീവ്, വിട്ടുപോരുമ്പോൾ, ഫ്രം എ പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുപോരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അടയാളം എന്താണ്? ഗുഡ് ബൈ. ഗുഡ് ബൈ എന്നാണ്. ചിന്നു, യുവർ ആൻസർ ഇസ് റൈറ്റ്. വെറുതെ പറഞ്ഞാണ് ചിന്നു. അല്ല, ലീവ് എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കിനും അങ്ങനെ കേട്ടപ്പോഴത്തേനും എന്തോ പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, ജിയോടുള്ള കറക്റ്റ് ചെയ്ത് വന്നതില്ല, അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്തത്, എ ലാർജ് APE with black fur. Goat. ഗൊറില്ല പറയാം, ബ്ലാക്ക് കേട്ടോ. അപ്പൊ ഗോട്ട് ഇത് വരില്ല, ബ്ലാക്ക് ഹെയർ വരില്ല. ഓക്കെ, അപ്പൊ ഗൊറില്ല, ഇതിന്റെ പോയില്ലതേക്ക് അങ്ങനെയല്ലേ പറഞ്ഞു? ഞാൻ ഗോട്ട് തന്നെയാ പറഞ്ഞു. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതങ്ങോട്ട് ക്യാച്ച് ചെയ്ത് കളഞ്ഞേക്കാം. വിത്ത് ബ്ലാക്ക് ഫർ ആണ്, ബ്ലാക്ക് ഫർ. മറ്റേ പല ഗോട്ടാമിട്ട് നടക്കണമെങ്കിലോ. യെസ്, അടുത്തത്, എ സ്കോർ ഇൻ എ ഫുട്ബോൾ
match. Goal. Goal. That is the correct answer. A score in a football match is called goal. അടുത്തത് ശരി എഴുതിയതോടെ വന്നിരുന്നു. ഓക്കെ, അടുത്തത് അടുത്തത് ദി വെരി ഫേമസ് സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ. ഓക്കെ, ചിന്നു ആദ്യം പറഞ്ഞു, ബിന്ദു തൊട്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾ പറയുന്നത് വിചാരിച്ചത് വെരി ഫേമസ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ ആണ്, അപ്പൊ എഞ്ചിൻ പറയുന്നത് തെറ്റിദ്ധരിക്കും വിചാരിച്ചു. യെസ്. അടുത്തത് ക്ലോസ് ഫ്രണ്ട് ഓഫ് മിക്കി മൗസ് ആൻഡ് ഡൊണാൾഡ് ഡക്ക്. A close friend of Mickey Mouse and Donald Duck. Goofy. Yeah. Goofy. Correct answer. Goofy. Okay. കുട്ടികളായിരുന്നു പറഞ്ഞതാണ് അനുഷല്ലേ? യെസ്. അതെ സർ. അനുഷ. യെസ്. അനുഷ ആദ്യമായിട്ടല്ലോ പറഞ്ഞപ്പോ? അല്ല സാർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഓക്കെ. അങ്ങനെ കുറച്ചു പേരെ സ്ഥിരം ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്കൂട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ. യെസ്. അപ്പൊ നോക്കിയേ, ഇത് നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അവർക്ക് വേണമെങ്കിൽ ചോദിച്ചാലോ? യെസ്. അടുത്തത് എ മെസ്സേജ് concerning Christ. Christ means Jesus Christ. I will repeat the question. A message concerning Christ, the kingdom of God and salvation. A message concerning Christ, the kingdom of God and salvation. Salvation, രക്ഷ. ബൈബിളുമായി ബന്ധപ്പെട്ട സാധനം. ഗുഡ് ഫ്രൈഡേ മാത്രമേ കേട്ടിട്ടുള്ളൂ. യെസ്, ഗുഡ് ഫ്രൈഡേ. ചിന്നു. യെസ്, സിമ്പിൾ ആണ്. ഇത് ഗോസ്പൽ എന്നാണ്. ഗോസ്പൽ, GOSPEL. അങ്ങനെ അവതരിപ്പിക്കുന്ന ഗോസ്പൽ എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയും. A message concerning Christ, the kingdom of God and salvation. മലയാളത്തിലോ കേട്ടിട്ടുള്ളൂ, എനിക്കറിയില്ല. ഗോസ്പൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അടുത്തത് എ സ്മോൾ golden orange fish often kept in aquarium. ഗോൾഡൻ ഫിഷ്. ഓക്കെ. ആദ്യം പറഞ്ഞാണ് റസീനയുടെ അത് എഴുതി കാണിച്ചിട്ടുണ്ട്. പറഞ്ഞതിൽ ആദ്യം പറഞ്ഞാണ് ഞാൻ പറഞ്ഞപ്പോ ഗോൾഡൻ ഫിഷ് ആയിപ്പോയി. ഗോൾഡൻ ആയിപ്പോയി. അത് കുഴപ്പമില്ല. യെസ്. ഓക്കെ. ഓക്കെ. അനുഷ. ഓക്കെ, അനുഷ. ആരെയും നമ്മൾ ഒഴിവാക്കില്ല. യെസ്, അനുഷ. യെസ്. ഓക്കെ. അടുത്തത്, which is the last question. A large flowing dress for bride
ഗൗൺ ആണ്. ഗൗൺ. ഓക്കെ. അപ്പൊ നമ്മൾ റസീനയും പറഞ്ഞിട്ടുണ്ട്, ഷിഖിയും പറഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. വെരി സിമ്പിൾ ഫസ്റ്റ് ഞാനാ ചോദ്യം. പറഞ്ഞേ. അനുഷയം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അനുഷ്ഠിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇതിൽ മനസ്സിലായിട്ടൊന്നും എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വരില്ലേ? അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് പിന്നെ ഇപ്പോ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു സമ്മാനം വാങ്ങിച്ച് വെച്ചിട്ട് ചോദ്യം ചോദിക്കാം. അപ്പോഴാണ് ചോദ്യത്തിന് ഉത്തരം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുക. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഇതുണ്ട്. അവിടെ ഇതേപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം മത്സരങ്ങൾ വരുമ്പോൾ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഞാൻ ചെയ്തു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള ചോദ്യം ചോദിച്ച് ഉത്തരം പറയുന്നത് കൊടുക്കാനായിട്ടുള്ള സമ്മാനങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സമ്മാനങ്ങൾ ആദ്യം അവർ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വളരെ മനോഹരമായ കവർ ചെയ്ത് വെച്ചൊക്കെയാണ് സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇവിടെ നമ്മളൊരു കണ്ടീഷൻ പറയുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ, ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചാണ്, പക്ഷെ ഒരാൾ അതിനകത്ത് വിജയിച്ചു. ഉത്തരം പറയണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആകെ വേണ്ടത് ഒരു പേഴ്സാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സ് ഉള്ളവരുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ ചെയ്യാം, എപ്പോഴും വെറൈറ്റി ആയിട്ട് പിടിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടെങ്കിൽ, അത് ഞാൻ ആണുങ്ങളോടാണ് ചോദിച്ചത്. ആണുങ്ങൾക്ക് മാത്രമേ ഈ ചോദ്യത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ. സമ്മാനം ലഭിച്ചൊരു സമ്മാനമാണ്. പക്ഷെ ഈ ചോദ്യത്തിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സ് വേണം. പേഴ്സ്. അപ്പൊ തന്നെ ആളുകൾ വളരെ ജിജ്ഞാസ വരുന്നതാവും. പേഴ്സിന് എന്താ മനസ്സിലും. അപ്പൊ പേഴ്സ് ഉള്ളവർ മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡിയാവുക എന്ന് പറയുമ്പോൾ അവര് ഒന്ന് ഉഷാറായിട്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദ്യം ചോദിക്കാൻ, നിങ്ങളുടെ ആരുടെ പേഴ്സിലാണോ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഉള്ളത് അവർക്ക് സ്റ്റേജിലോട്ട് വരും. ഞാൻ വിചാരിച്ചത് ആർക്കുമില്ല, പക്ഷെ ഒരാൾക്കുണ്ടായിരുന്നു. ഒരു പുള്ളിയുടെ പ്രായമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ഞാൻ പുള്ളിയുടെ പേഴ്സിന്റെ അകത്ത് പുള്ളിയുടെ ഭാര്യയുടെ ഫോട്ടോ വളരെ പഴയ മഴയൊക്കെ പെയ്തപ്പോൾ നനഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ശോഭ എന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഇത് ശോഭയുടെ ഫോട്ടോ തന്നെയാണോ നോക്കിയേ? അപ്പൊ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് എന്റെ ഫോട്ടോ തന്നെയാണ്, എനിക്കറിയാം. യെസ്. അപ്പൊ അത് നമുക്ക് രസകരമായിട്ട് ചോദിക്കാം. ഞാൻ എന്റെ ചോദ്യം ഇതൊക്കെ നേരത്തെ ഒന്നും പറയരുത്, പറയാതെ ആണ് ചോദിക്കുന്നത്. വീണ്ടും ഞാൻ ഇതേപോലൊരു മത്സരത്തിന് വീണ്ടും ചോദിച്ച വേറെ ചോദ്യമാണ്. ഒരു 500 രൂപയുടെ സമ്മാനം റെഡിയാക്കി വെച്ചു. അത് എനിക്കറിയാൻ വരുന്ന ആർക്കും വരില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ 500 രൂപയുടെ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യില് പണം ഉണ്ടായാൽ മാത്രം മതി, പൈസ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. ചോദ്യം ഇതാണ്, ആരുടെ കയ്യിലാണോ ഒരു 50ന്റെ തുട്ടുള്ളത് അവർക്ക് സ്റ്റേജിലേക്ക് വരാം. അവർക്കാണ് ഈ 500 രൂപ. അപ്പൊ 50ന്റെ പൈസ ആരുടെ ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ ഒരു രൂപ പോയി കിടപ്പുണ്ടാവും. 50ന്റെ പൈസ ആരുടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത് വേണമെങ്കിൽ 25ന്റെ പൈസ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഉള്ളവർക്ക് കയറി വരാം എന്ന് പറയുമ്പോൾ ആരും വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമ്മാനം തന്നെ നമുക്ക് അടുത്ത ആൾക്കും വേണമെങ്കിൽ കൊടുക്കാം. ഇനിയും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതൊക്കെ ഞാൻ പഴയ സ്ഥലത്തൊക്കെ ഇറക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോടുള്ള ആരും ഇഷ്ടം കൂടുതൽ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് അവിടെ ഷെയർ ചെയ്യാൻ പറ്റിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോയി, അത് സമ്മാനം കൊടുക്കാൻ കണക്കാക്കി ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് കറക്റ്റായ മറുപടി പറയണം. അപ്പൊ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ വേണം. ആ മൊബൈൽ ഫോണില് ഒരു കോൾ വിളിക്കാനുള്ള പൈസയും വേണം. ഒരു കോൾ വിളിക്കാനുള്ള പൈസയും ഉണ്ടാവണം. മൊബൈൽ ഫോൺ മാത്രമായിട്ട് കാര്യമില്ല, ഒരു കോളിനുള്ള പൈസയും ഉണ്ടാവണം. നമ്മളിതൊക്കെ അവതരിപ്പിക്കണേക്കാൾ രസകരമായിട്ട് അവതരിപ്പിക്കണം. ഓക്കെ, എന്താണ് ഇവിടെ പറയാ, ഗെറ്റ് റെഡി. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആർക്കും പരിചയമില്ലാത്ത ഒരു നമ്പർ ഒരു പ്രാവശ്യം പറയാം. വൺ ടൈം പറയുന്നു, ഒറ്റ പ്രാവശ്യം അത് പറയാം. ഞാനൊരു ഫോൺ നമ്പർ പറയും.
ആ ഫോൺ നമ്പർ ഒറ്റ പ്രാവശ്യമേ പറയും. ഒരു നിശ്ചിത സ്പീഡിൽ താങ്കൾ പറഞ്ഞു പോവാം. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പക്കൽ നിന്ന് ആരുടെ കോൾ ആദ്യം വരുന്നുവോ അവർക്കാണ് സമ്മാനം. അപ്പോ ഇത് ടൈം എടുക്കും, എല്ലാവരും കൂടി ശ്രമിക്കണ്ടേ, അപ്പൊ ടൈം എടുക്കും. അപ്പൊ നമ്മുടെ കോളിലേക്ക് ആദ്യം ഒരു കോൾ വരും. വന്നു കഴിഞ്ഞ് നമ്മളത് എടുത്തിട്ട് കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് ഇനി ആരും വിളിക്കണ്ട, ഫസ്റ്റ് കോൾ കൂടെ വന്നു കഴിഞ്ഞു. ആരുടെ കോളാണെന്നുള്ളത് ഫോണിൽ നോക്കി പറയണ്ട. ഇനി ഞാൻ ഈ വന്ന കോളിലേക്ക് തിരിച്ചു വിളിക്കും. അപ്പൊ ആരുടെ മൊബൈലാണോ റിങ് ചെയ്യുന്നത് അവർക്ക് കയറി വരാം. അപ്പൊ അവരൊക്കെ നിർത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെടുത്ത് റിസീവ്ഡ് കോൾ കിടപ്പുണ്ടാവുന്നത് അതിലേക്ക് നമ്മൾ ഇതിൽ തിരിച്ചു വിളിക്കും. അപ്പൊ എല്ലാവരും ശബ്ദത്തിലായിട്ടിരിക്കും, ഞാനാണോ എന്റെ ആണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഒരാളുടെ ഫോൺ നമ്പർ റിങ് ചെയ്യും. ആ റിങ് ചെയ്യുന്ന ആളോട് നമുക്ക് വിളിച്ചിങ്ങോട്ട് കയറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കും. യെസ്, ഓക്കെ. ഇനിയും നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, ഓക്കെ ചെറിയ പിള്ളേരുണ്ട്, അപ്പൊ കുട്ടികളെ ഞാൻ നിങ്ങളോടൊന്ന് ചോദ്യം ചോദിക്കാം. വെരി സിമ്പിൾ ആയ ചോദ്യമാണ്, സമ്മാനമൊക്കെ എടുത്ത് വെച്ചു. ഓക്കെ, അപ്പൊ കുട്ടികളല്ലേ, അപ്പൊ അവർക്കൊരു സിമ്പിൾ ആയ ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, 1 മുതൽ 100 വരെ എണ്ണുമ്പോ അതിൽ എത്ര പ്രാവശ്യം 9 വരും? അപ്പൊ കുട്ടികൾ വേഗം എണ്ണും. 9, 19, 29, 39 എന്ന് പറഞ്ഞാൽ വേഗം എണ്ണിയാൽ ഉത്തരം പറയും. അത് തെറ്റായിരിക്കും ചെയ്യും. ഒന്ന് എണ്ണി നോക്കിയേ. ഞാനിപ്പോ കുട്ടികളോട് ചോദിച്ചു ചോദ്യമുള്ളൂ. 1 മുതൽ 100 വരെ എണ്ണുമ്പോ അതിലെത്ര പ്രാവശ്യം 9 വരും? ചിന്നു, എത്ര പ്രാവശ്യം വരും? അത് അങ്ങനെ എണ്ണുമ്പോ 9, 19 എന്ന് വരുമ്പോ 10 തവണ വരും. അല്ലാതെ ഇങ്ങനെ 9, 9 ഇങ്ങനെ എത്ര 9 വരും? എത്ര 9 എണ്ണിക്കാ? ഞാൻ അങ്ങനെ എണ്ണിയില്ല. 20 ആണോ? 20 കറക്റ്റ് ആയിട്ടുള്ളത്. 20 ആണ് കറക്റ്റ്. നമ്മൾ അതിനകത്ത് 20 പറയില്ല. കാരണം എല്ലാവരും 9, 19, 29, 39, 49, 59, 69, 79, 89, 99 അത് പറയും. പക്ഷെ ഇതിനിടക്ക് 90 മുതൽ 99 വരെയുള്ള ആരും ഒന്നുമില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. 90, 91, 92 വരെ ആരൊന്നുമില്ല. അവിടെ അതിൻ്റെ അകത്തൊരു 10 കൂടി വരും. അപ്പൊ അതുകൂടി കൂട്ടുമ്പോൾ മൊത്തം 20 വരും. 20 ആരും പറയില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കുട്ടികൾ പറയില്ല. അപ്പൊ അത് രസകരമാക്കുന്നത് ഒരു ഓഡിയൻസിനെ നിങ്ങൾക്ക് മുന്നിൽ കിട്ടിയാൽ കുട്ടികളിലൊക്കെ നമുക്കൊരു എൻഗേജ്മെന്റ് ലൈവ് ആക്കാൻ പറ്റും. ഒക്കെ ഇങ്ങനെ ഒരു ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നവരേക്ക് ഒന്ന് തട്ടിയാണെങ്കിൽ ഓക്കെ 2 ചോദ്യം. ഇനി ഞാൻ വീണ്ടും അടുത്ത 2 ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അല്പസമയത്തിന് ശേഷം വീണ്ടും വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ അവസരം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്ല സൗഹൃദ കൂട്ടായ്മയോ അവിടെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കാം. ഇനി ഞാൻ ചോദിച്ചിട്ടുള്ള വേറെ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം ഇതായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കണില്ല, ഞാനിങ്ങനെ മറന്നുപോയി. എന്നാലും ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നത് ഞാൻ പറയാൻ കണക്കാക്കി വന്നതല്ല. യെസ്, അപ്പൊ ഒരു ചോദ്യം ഇതായിരുന്നു. ഓക്കെ, ചോദ്യം ഇതാണ് എന്ന് പറഞ്ഞു ചോദിക്കും. ഒരു നൂലിന്റെ നീളം എത്ര? ഒരു നൂലിന്റെ നീളം എത്ര? അപ്പൊ ഇത് ലോജിക്കായിട്ട് പറഞ്ഞാൽ അതിന്റെ ആൻസർ. ഒരു നൂലിന്റെ നീളം എത്ര എന്ന് പറയുമ്പോൾ കുട്ടികളെ പറയും, നൂല് തന്നിട്ടില്ല, നൂലില്ലാണ്ട് ഇങ്ങനെ നീളം പറയണം എന്ന് പറയും. നമ്മൾ പറയും ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുക. എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും ഒരു നൂലിന്റെ നീളം എത്ര. റസാന പറഞ്ഞാണോ ഒരു നൂലിന്റെ നീളം എത്ര? യെസ്, കുട്ടികളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. യെസ്, അപ്പൊ നമുക്ക് പറയാം. അപ്പൊ അവരാരും പറയൂല നൂല് ഇതൊക്കെ പറഞ്ഞ് നിൽക്കും. യെസ്, അത് നൂല് കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ആരുടെ കയ്യിൽ നൂല് കൊടുത്തിട്ടില്ല.
ഇപ്പൊ നമ്മളോട് പറയുന്നത് 25-ൽ നിന്ന് 5 എത്ര പ്രാവശ്യം കുറയ്ക്കാം, മൈനസ് ചെയ്യാം? എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാൻ പറ്റും? 5 പ്രാവശ്യം. 25 ഒരു തവണ. ഒരു 5 തവണ. പ്രാവശ്യം. 25 ഒരു തവണ. ഒരു പ്രാവശ്യം പറ്റുള്ളൂ. ഒരു തവണ. നമ്മൾ നോക്കണം എപ്പോഴും. ഡിഗ്രി പാസ്സായവരാളോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 25-ൽ നിന്ന് 5 എത്ര പ്രാവശ്യം മൈനസ് ചെയ്യാം? അപ്പൊ നമ്മൾ വിചാരിക്കണം ഇതിന്റെ അകത്ത് എന്തോ ഒരു കൊണിച്ചിട്ടുണ്ട്. അതാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. 25-ൽ നിന്ന് 5 ഒരു പ്രാവശ്യം മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 20ആയി. പിന്നെ 20-ൽ നിന്നാണ് മൈനസ് ചെയ്യുന്നത്. ആ 20-ൽ നിന്ന് ഒരു പ്രാവശ്യം, അപ്പൊ 25-ൽ നിന്ന് ഒരു പ്രാവശ്യം പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ലോജിക്ക് കൂടി നോക്കണം. ഇത്രയും സിമ്പിളായ ചോദ്യം എന്നോട് ചോദിക്കുക. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തൊരു സംഗതി എടുക്കണ്ടല്ലോ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇങ്ങനെ വെറും വയറ്റിൽ എത്ര ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ വെറും വയറ്റില്? അതുപോലല്ലേ ഇത്? അത് തന്നെ. ഓക്കെ, അതിപ്പോ ഇവിടെ മിക്കവർക്ക് അറിയാൻ പറ്റില്ല. അത് ഞാൻ ചോദിക്കരുത്. ചിലവർക്ക് അറിയാവുന്ന രാവിലെ എഴുന്നേറ്റ് വരുന്നു, വളരെ ചെറിയ ഞാനിപ്പോൾ പഴം ചെറുത് അവിടെ വെച്ചിരിക്കുന്നുണ്ട്, ഒരു പടല നിറച്ചിട്ടുണ്ട്. വെറും വയറ്റിൽ എത്ര എണ്ണം കഴിക്കാൻ പറ്റും? ശരിക്കും എത്ര എണ്ണം കഴിക്കാൻ പറ്റും? വെറും വയറ്റില് എത്ര പഴം കഴിക്കാൻ പറ്റും ശീകർക്ക്? ഓക്കെ, ശീകമുണ്ടല്ല. അപ്പൊ ഒരെണ്ണം കഴിക്കാൻ പറ്റുള്ളൂ. രണ്ടെണ്ണം. യെസ്, ശിഖ ആദ്യത്തെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർഭയറാവോ? ഓ സോറി സർ, പെട്ടെന്ന് ചിന്തിച്ചില്ല. ഓക്കെ, ഇത് നമുക്ക് കുട്ടിയോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒരു നൂലിന്റെ നീളം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയുന്നത് ഒരറ്റം മുതൽ മറ്റേറ്റം വരെയുള്ള നീളമാണ് ഒരു നൂലിന്റെ നീളം. അതിന് ലോജിക്കായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. കാരണം നമുക്ക് ആർക്കും നമ്മൾ നൂല് കൊടുത്തിട്ടില്ലല്ലോ, അവിടെ ഇരുന്നുകൊണ്ടല്ലേ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരത്തെ നടത്തിയ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് അനുഷക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, റസീനക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ബിന്ദുവിന് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ശിഖയ്ക്കും ചിന്നുവിനും 3 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രകടനം മെച്ചമായിരുന്നു. യുവർ പെർഫോമൻസ് വാസ് മാർവലസ് ആൻഡ് ഫാന്റാസ്റ്റിക്. അപ്പൊ ഒരിക്കലും കൂടി 2025-ന്റെ ഓക്കെ പോട്ടെ. ഓക്കെ യെസ്, ഓക്കെ, ക്ഷമിച്ചത് ഇതൊരു മനസ്സിലുള്ളത് വിട്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് 2025-ന്റെ എല്ലാവിധ ആശംസകളും വീണ്ടും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, bye. Okay. Thank you. Thank you, sir. Thank you, sir. Okay.